എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നാം വായനയ്ക്കും ചിന്തയ്ക്കുമായി എടുക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 43 മുതലുള്ള വാക്യങ്ങളാണ്. മത്തായി 12-ാം അധ്യായം 43 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിൽ മനുഷ്യരുടെ മേൽ ഉണ്ടാകുന്ന പിശാചു ബാധയെക്കുറിച്ചുള്ള വിചിത്രമായ ഒരു സത്യം വിവരിക്കുകയും അതുപോലെ തന്റെ വചനം വിശ്വസിക്കാതെ തള്ളിക്കളഞ്ഞ ദുഷ്ട തലമുറയ്ക്ക് സംഭവിക്കും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. മത്തായി 12-ാം അധ്യായം 43-ാം വാക്യം, അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു, കണ്ടെത്തുന്നില്ല താനും എന്ന് കർത്താവ് പറയുന്നു. പുറത്താക്കപ്പെട്ട ഒരു പിശാചിന്റെ വീക്ഷണകോണിൽ നിന്നാണ് യേശു ഇവിടെ സംസാരിക്കുന്നത്. വീട്ടിൽ നിന്നെന്ന പോലെ ഒരു മനുഷ്യനിൽ നിന്ന് പുറത്താക്കപ്പെട്ട പിശാച് അന്വേഷിക്കുന്ന തണുപ്പ് അഥവാ വിശ്രമം എന്നത് മറ്റൊരു മനുഷ്യനിൽ ബാധിക്കുവാനും അവനെ പീഡിപ്പിക്കുവാനുമുള്ള തന്റെ ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്നു. ഇവിടെ പിശാച് അന്വേഷിച്ച് സഞ്ചരിക്കുന്നു എന്നതിന്റെ അർത്ഥം തന്നാലാവുന്ന സകല മനുഷ്യരുടെയും മനസ്സിൽ ദൈവവിരോധം ഇളക്കി വിടുകയും പാപം ചെയ്യാൻ പ്രലോഭിപ്പിക്കുകയും സുവിശേഷം കേൾക്കുന്നതിൽ നിന്ന് മനുഷ്യരെ നിരുത്സാഹപ്പെടുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവനാൽ കഴിയുന്ന എല്ലാ ദുഷ്പ്രവൃത്തികളും ചെയ്യുക എന്നതാണ്. 44-ാം വാക്യത്തിൽ, ഞാൻ പുറപ്പെട്ടു പോന്ന എന്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലും എന്ന് അവൻ പറയുന്നു. ഉടനെ വന്ന് അത് ഒഴിഞ്ഞതും അടിച്ചു വാരി അലങ്കരിച്ചതുമായി കാണുന്നു എന്ന് ആ പിശാചിന്റെ ആത്മഗതം കർത്താവ് പറയുന്നു. 45-ാം വാക്യത്തിൽ, പിന്നെ അവൻ പുറപ്പെട്ടു തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. അവരും അവിടെ കയറി പാർക്കുന്നു. ആ മനുഷ്യന്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേതിലും വല്ലാതെയാകും. ഈ ദുഷ്ട തലമുറയ്ക്കും അങ്ങനെ ഭവിക്കും എന്ന് കർത്താവ് പറയുന്നു. യേശുക്രിസ്തു ഇവിടെ അശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞ കാര്യത്തിന്റെ അർത്ഥം എന്താണെന്ന് ശ്രദ്ധിക്കാം. പരിസയ്യന്മാർക്ക് മുന്നിൽ യേശുക്രിസ്തു ഇത്രയും അത്ഭുതങ്ങൾ നടത്തിയിട്ടും താൻ ദൈവപുത്രനാണ് എന്ന തെളിവുകൾ എത്രയോ വ്യക്തമായിട്ട് നൽകിയപ്പോഴും ഇത്രയും അവർ അതിൽ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല എന്നതിന്റെ കാരണമാണ് കർത്താവ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ചിലർ വിശ്വസിക്കുന്നത് യഹൂദന്മാർ അവർ ഒരിക്കലും ആഴത്തിൽ അന്വേഷണങ്ങൾ നടത്താറില്ല, തെളിവുകൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നൊക്കെയാണ്. എന്നാൽ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നത് അനുസരണക്കേടിന്റെ മക്കളിൽ, അതായത് സുവിശേഷം നിരാകരിക്കുകയും എതിർക്കുകയും ചെയ്യുന്ന അവിശ്വാസികളിൽ ശക്തമായി പ്രവർത്തിക്കുന്നതും അവരെ നിയന്ത്രിക്കുന്നതും അശുദ്ധാത്മാക്കളാണ് എന്നാണ്. കർത്താവ് ഇവിടെ പറയുന്നത് തന്റെ വചനത്തോട് നിരന്തരം എതിർത്ത് നിൽക്കുന്ന യഹൂദ മത നേതാക്കളുടെ, പ്രത്യേകിച്ച് പരിസയ്യന്മാരുടെ അവസ്ഥയെ കുറിച്ചാണ്. പരിസയ്യന്മാരുടെ നിഷേധവും അവരുടെ മനസ്സിലെ ദുഷ്ടാത്മാക്കളുടെ പ്രവർത്തനവും തമ്മിലുള്ള ബന്ധമാണ് കർത്താവ് ഇവിടെ പറയുന്നത്. പരിസയ്യന്മാർ കർത്താവ് പ്രവർത്തിക്കുന്ന അടയാളങ്ങൾ നിരന്തരം നിരസിക്കുകയും യേശുക്രിസ്തുവിനെ ദൈവപുത്രനെന്നും മശിഹ എന്നും അംഗീകരിക്കാൻ വിസമ്മതിച്ച് കഠിന ഹൃദയരായി നിലകൊള്ളുകയും ചെയ്തു. കൂടാതെ കർത്താവ് കൂടുതൽ ശക്തമായും വ്യക്തമായും അടയാളങ്ങൾ പ്രവർത്തിക്കും തോറും പരിസയ്യന്മാർ അത്രയും കൂടുതൽ ശക്തമായി അവനെ എതിർക്കുകയും ചെയ്തു. അവർ ഇത്രയും ശക്തമായി എതിർക്കുന്നതിന്റെ കാരണം എന്താണ് എന്ന് ഈ വാക്യങ്ങൾ വ്യക്തമാക്കുന്നത് മത്തായി 12-ാം അധ്യായം 45-ാം വാക്യത്തിൽ, പുറപ്പെട്ടു പോയ അശുദ്ധാത്മാവിന്റെ തിരിച്ചുവരവിൽ കൂടുതൽ ദുഷ്ടരായ 7 പിശാചുക്കളെയും കൂടെ കൊണ്ടുവരുന്നു എന്ന് യേശു കർത്താവ് പറഞ്ഞത് ദുഷ്ടരായ പരിസയ്യർ ഉൾപ്പെടുന്ന ദുഷ്ട തലമുറയ്ക്ക് സംഭവിക്കുന്ന കാര്യമാണ്. എന്നാൽ അവർ നിയമം പാലിക്കുന്നതായി ബാഹ്യമായി നടിച്ചിട്ടും അവർ യഥാർത്ഥമായി ദൈവസന്നിധിയിൽ അത് പാലിച്ചിരുന്നില്ല. കാരണം അവർ ഹൃദയത്തിൽ നിന്ന് വിശ്വസിക്കുകയോ ആത്മാർത്ഥതയോടെ അനുസരിക്കുകയോ ചെയ്തില്ല. അവർ ന്യായപ്രമാണത്തിന്റെ അടിസ്ഥാന ഉപദേശങ്ങളും ദൈവം ഉദ്ദേശിച്ച യഥാർത്ഥ അർത്ഥവും അവഗണിച്ചുകൊണ്ട് വെറുതെ വാക്കുകൊണ്ടും ബാഹ്യമായ ആചാരങ്ങൾ കൊണ്ടും ദൈവത്തെ സ്തുതിക്കുമ്പോഴും ആന്തരികമായി അവർ ശൂന്യരായിരുന്നു. ദൈവിക സാന്നിധ്യമില്ലാതെ ഒരു മനസ്സ് ദുഷ്ടതയെ സ്വീകരിക്കാൻ തുറന്നു കിടക്കും. സങ്കീർത്തനം 119:11, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. 44-ാം വാക്യത്തിൽ ആ പിശാച് പറയുന്നത്, ഞാൻ പുറപ്പെട്ടു പോന്ന എന്റെ ഭവനത്തിലേക്ക് മടങ്ങിച്ചെല്ലും എന്നാണ്. വെറും ബാഹ്യമായ നവീകരണവും വിശുദ്ധിയുടെ മഹത്തായ ഭാവങ്ങളും ഉണ്ടായിരുന്നിട്ടും അവർ ദൈവപുത്രനായ യേശുവിനെ നിരാകരിക്കുന്നത് കൊണ്ട് അവരുടെ മനസ്സ് എപ്പോഴും സാത്താന്റെ ഭവനമാണ് എന്ന് വ്യക്തമാക്കുന്നു. ദൈവത്തെക്കുറിച്ചുള്ള യഥാർത്ഥ അറിവ്, ദൈവഭയം, ദൈവസ്നേഹം, ക്രിസ്തുവിലുള്ള വിശ്വാസം, പ്രത്യാശ, ദൈവത്തിന്റെ ആത്മാവ്, ഇങ്ങനെ യാതൊന്നും ഇല്ലാത്ത അവരുടെ ആത്മീയ കൃപയില്ലാതെ ശൂന്യമായിരിക്കുന്ന ഹൃദയത്തിന്റെ അവസ്ഥയാണ് ഒഴിഞ്ഞ ഭവനം എന്നതുകൊണ്ട് കർത്താവ് സൂചിപ്പിക്കുന്നത്.
അടിച്ചുവാരി അലങ്കരിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് ബാഹ്യമായ നവീകരണവും ബാഹ്യമായ ആചാരങ്ങളുടെയും ചടങ്ങുകളുടെയും ആചരണം, ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും കപട പ്രകടനങ്ങൾ എന്നിവയൊക്കെ സൂചിപ്പിക്കുന്നു. ക്രിസ്തുവിനെ കൈക്കൊള്ളാതെ ദൈവാത്മാവ് അധിവസിക്കാത്ത അവരുടെ മനസ്സുകൾ ശൂന്യമായതുകൊണ്ട് തന്നെ പിശാച് വിട്ടുപോയ അവരുടെ മനസ്സിൽ 7 അതിദുഷ്ടരായ പിശാചുക്കളും കൂടെ പ്രവേശിച്ച് അവിടെ താമസിക്കുന്നു എന്നും അങ്ങനെ ഭാവിയിൽ അവരുടെ അവസ്ഥ ആദ്യത്തെ അവസ്ഥയേക്കാൾ വഷളായിരിക്കും എന്നും കർത്താവ് വ്യക്തമാക്കുകയാണ്. സങ്കീർത്തനം 81:11-12 വാക്യങ്ങളിൽ, എന്നാൽ എന്റെ ജനം എന്റെ വാക്ക് കേട്ടനുസരിച്ചില്ല, ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയതുമില്ല, അതുകൊണ്ട് അവർ സ്വന്തം ആലോചന പ്രകാരം നടക്കേണ്ടതിന് ഞാൻ അവരെ ഹൃദയകാഠിന്യത്തിന് ഏൽപ്പിച്ചു കളഞ്ഞു എന്ന്. ഇസ്രായേലിന്റെ അനുസരണക്കേട് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടാനും സ്വന്തം ചിന്തകൾക്കൊപ്പിച്ച് ദുർമാർഗത്തിൽ നടക്കാൻ അവരെ വിട്ടുകൊടുക്കാനും ഇടയാക്കിയതിനെ പറ്റി ആസാഫിന്റെ സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു. മത്തായി 12:46-50 വാക്യങ്ങളിൽ, തന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് ദൈവവുമായി യോജിച്ച് ജീവിതം നയിക്കുന്നവർ യേശുക്രിസ്തുവിന്റെ കുടുംബാംഗങ്ങൾ ആയി കരുതപ്പെടുന്നു എന്ന സത്യം കർത്താവ് പഠിപ്പിക്കുന്നു. 46-47 വാക്യങ്ങളിൽ, അവൻ പുരുഷാരത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കയിൽ അവന്റെ അമ്മയും സഹോദരന്മാരും അവനോട് സംസാരിക്കുവാൻ ആഗ്രഹിച്ച് പുറത്തു നിന്നു. ഒരുത്തൻ അവനോട്, നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞു. യേശുക്രിസ്തുവിന്റെ സഹോദരന്മാരുടെ പേര് യാക്കോബ്, യോസെ, ശീമോൻ, യൂദ എന്നിവരാണെന്ന് മത്തായി 13:55 വാക്യത്തിൽ നാം വായിക്കുന്നു. അമ്മയും സഹോദരന്മാരും നിന്നോട് സംസാരിക്കാൻ പുറത്തു നിൽക്കുന്നു എന്ന് കേട്ടപ്പോൾ ശിഷ്യന്മാരുടെ നേരെ കൈ നീട്ടി, ഇതാ എന്റെ അമ്മയും എന്റെ സഹോദരന്മാരും എന്ന് കർത്താവ് പറഞ്ഞതായി നാം 49 വാക്യത്തിൽ വായിക്കുന്നു. ഈ പരാമർശത്തിലൂടെ ക്രിസ്തു യേശു തന്നിൽ വിശ്വസിക്കുന്ന ശിഷ്യന്മാർ തന്റെ സ്വന്തം കുടുംബമാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. താൻ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് യേശു ക്രിസ്തു വിശദീകരിക്കുന്നതായി നാം കാണുന്നു. സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ എന്റെ സഹോദരനും സഹോദരിയും അമ്മയും ആണ് എന്ന് 50 വാക്യത്തിൽ നാം കാണുന്നു. ഇവിടെ കർത്താവ് പറയുന്ന പിതാവിന്റെ ഇഷ്ടം എന്നത് പഴയ നിയമത്തിൽ വെളിപ്പെട്ടിരിക്കുന്ന കൽപ്പനകളാകുന്ന ദൈവത്തിന്റെ ഇഷ്ടത്തോടുള്ള പൂർണ്ണമായ അനുസരണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. കാരണം അങ്ങനെ ഒരു മനുഷ്യനും സകല കൽപ്പനകളും അനുസരിച്ച് പൂർണ്ണരാകാൻ കഴിയാത്തതിനാൽ ക്രിസ്തുവുമായി അത്തരം ഒരു ദൈവത്തിന്റെ ഭവനത്തിന്റെ അംഗങ്ങളും പുത്രന്മാരും എന്ന ആത്മീക ബന്ധത്തിൽ എത്തിച്ചേരാൻ ആർക്കും കഴിയില്ല. മറിച്ച് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുക എന്നതാണ്. പിതാവിന്റെ ഇഷ്ടം എന്താണ് എന്ന് യോഹന്നാൻ 6:40 വാക്യത്തിൽ നാം വായിക്കുന്നു. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എന്റെ പിതാവിന്റെ ഇഷ്ടം. അതായത് സുവിശേഷത്തിൽ വെളിപ്പെടുത്തിയ ദൈവഹിതത്തോടുള്ള അനുസരണമായ ക്രിസ്തുവിൽ വിശ്വസിക്കുകയും നിത്യജീവൻ പ്രാപിക്കുകയും ചെയ്യുക എന്നതാണ് പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം എന്നതുകൊണ്ട് കർത്താവ് ഉദ്ദേശിക്കുന്നത്.